ഗിർ വെക്കടാ വെടി എന്നായിരുന്നു ഈ സിനിമയ്ക്ക് പേരിടുന്നത്. വെക്കണതാണെങ്കിൽ നാട്ടുകാരൻ തന്നെ എത്തിക്കും. ആ സിംഹം എങ്ങാൻ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, പിന്നെ മാനക്കേടുകാരൻ അത് പോയി ആത്മഹത്യ. എന്തോന്നടേ ഇത് സിംഹത്തിന്റെ ഡ്രസ് ഇട്ട ലാബ്രഡോറ, അത് ഗോൾഡൻ റിട്രീവറാ. പിന്നെ കുറച്ചു കാലത്തേക്ക് നാഷണൽ അവാർഡ്സും അതുപോലെ ഓസ്കാർ ഒന്നും ആരും നോക്കേണ്ട, എല്ലാം നമ്മുടെ കുഞ്ചാക്കോ ബോബൻ തൂക്കിയിരിക്കുകയാണ്. ബെസ്റ്റ് ഓവർ ആക്ടിങ്, ബെസ്റ്റ് കോമാളി, ബെസ്റ്റ് വെറുപ്പിക്കൽ, ഈ 3 കാറ്റഗറി മൂപ്പർക്ക് തന്നെയാണ്. സോ ഈ സിനിമ എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു കോമാളി പടമാണ് എടുക്കാൻ പോകുന്നത്, അതേപോലെ അഭിനയിക്കുന്നത് എല്ലാം കോമാളികളാണ്. പാട്ടിന്റെ അതിപ്രസരമാണ്. ചാവാൻ പോയാലും പിടിക്കാൻ പോയാലും മറ്റേ സിംഹത്തിന് കൂട്ടിപ്പെട്ടാലും പാട്ടാണ്. സിംഹത്തിന് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇല്ലിമുള്ളം കാട്ടിനുള്ളിൽ ലക്ഷ്യത്തുള്ളും മാന്തോപ്പിൽ ആ ഒരു പാട്ട് ഇട്ട് കൊടുക്കായിരുന്നല്ലോ. സോ പിന്നെ ഡയലോഗ്സിന്റെ കാര്യം ക്രിഞ്ച് പറഞ്ഞ എക്സ്ട്രീം ക്രിഞ്ച് ഡയലോഗ്സ്. ഇനി കുടുംബ വിളക്കിൽ പോലും ഇങ്ങനത്തെ ഡയലോഗ്സ് പറയുന്ന സാധനം ഉണ്ടാവില്ല. നമ്മുടെ കുഞ്ചാക്കോബനും അനഘയും തമ്മിലുള്ള റൊമാൻസ് ഒക്കെ ഉണ്ട്. എ ക്ലാസ് ക്രിഞ്ച് സാധനം. ആരുടെ ഇതിന്റെ ഇടയ്ക്ക് ഡയലോഗ്സ് എഴുതി വിട്ടിരിക്കുന്ന മനസ്സിലാവാത്ത. ഇതിലൊരു പാട്ടുണ്ട്, എന്താണ്, ദുരിതമേ പ്രണയം ഇത് കഠിനെന്ന്. പ്രണയം കഠിനെന്ന് ആരാ എഴുതി, അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നിട്ട് ഈ സാധനം അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക, അപ്പൊ അറിയാം ഏതാ കഠിനെന്ന്. ഈ കുഞ്ചാക്കോബനും സുരാജ് വെഞ്ഞാറമൂടൊക്കെ ഇത് കണ്ടിട്ട് തന്നെയാണ് ഈ സാധനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാത്രം കാണും. ഇതിന്റെ നാട്ടുകാർ ഉയരെടുക്കുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. സോ ഇതിലത്തെ നായിക അനഘയാണ്. ആളുടെ ഒരു പെർഫോമൻസ് ഉണ്ട് എല്ലാ സിനിമയിലും ഒരുപോലെ തന്നെ. കാമുകൻ കാണാൻ വരുമ്പോൾ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻ കാണാൻ വന്ന ഒരു എക്സ്പ്രഷനാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. സോ കൊച്ചിന് നങ്കൂരൻ എന്ന് പറയാൻ ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത വലിയ ഉപകാരമായിരുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പടം അവൈലബിൾ ആണ്. സോ നിങ്ങൾ നല്ലൊരു മൂഡിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ആ ജീവിതം നമുക്ക് അങ്ങോട്ട് വെറുത്തു പോകും. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ സിംഹം ഇവർക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.